ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ അതുലിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോഷറിലുള്ള പെറ്റ് സൂലാണ് വന്നിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഹാർത്തിക്കിനും അതുലിനും നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിന്ന് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. എൻ്റെ സൗണ്ട് അത്ര പോരാ, കാരണം ചിലർക്ക് തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ജിമ്മിലെ ക്ലാസ്സൊക്കെ എടുക്കുന്നത് കൊണ്ട് ഒരുപാട് സൗണ്ടിൽ സംസാരിക്കേണ്ടിയൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട്. ഭയങ്കര ഒരു കരകരപ്പാണ്. അപ്പോൾ നമ്മളവിടെ പോയ സമയത്ത് ഫോക്സ്, അതേപോലെ തന്നെ ടേർട്ടിൽ, അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള പക്ഷികൾ, എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും പേരൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നിരുന്നാലും വളരെ വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ മെയിൻലി വീഡിയോ എടുക്കാൻ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. കാരണം നിറച്ചും പാമ്പുള്ളത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പാമ്പാണ്. ലിസാർഡ്സിൻ്റെ തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങളുണ്ട്. അതിൻ്റെ പേരുകൾ കാര്യങ്ങളൊന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അറബിയിലായത് കാരണം എനിക്ക് വായിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ പലതരത്തിലുള്ള പാമ്പുകൾ, അതിൽ മിക്കവാറും ഉള്ളതൊക്കെ വിഷപ്പാമ്പുകൾ തന്നെയാണ്. അപ്പോൾ അതിനൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ റാറ്റിൽ സ്നേക്ക് എന്താ പറയുക, അതിലധികവും ഇതിനെപ്പറ്റി പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് എന്താ പറയുക ആക്രമിക്കാൻ വേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാമ്പിനെയൊക്കെ കൂട്ടിലിട്ട് വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതിനൊന്നും വിഷം ഉണ്ടാവില്ല, വിഷമൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷമൊക്കെയാണ് വെച്ചതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വിഷമുള്ള പാമ്പുകൾ തന്നെയാണ് മിക്കവാറും അവിടെയുള്ള പാമ്പുകളൊക്കെ. പിന്നെ ഇവിടെയുള്ള സ്റ്റാഫാണെങ്കിൽ അടിപൊളി സ്റ്റാഫായിരുന്നു. അവൻ ആദ്യം പൈത്തണ്ണ അവൻ്റെ ബോഡിയിലോട്ടിട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം അതുലിനെ നല്ല രീതിയിൽ ഒന്ന് കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമാണ് അതുലത് കൊടുത്തത്. അതുൽ ചെറുപ്പത്തിൽ പാമ്പിനെ പിടിച്ച കഥയൊക്കെ അമ്മ പലപ്പോഴും പറഞ്ഞു തരാറുണ്ട്. പക്ഷേ ഈ ഒരു പാമ്പിനെ പിടിക്കുന്ന സമയത്ത് അതുലിൻ്റെ പേടി ശരിക്കും അവൻ്റെ കണ്ണിലറിയായിരുന്നു. അവൻ ശ്വാസം പോലും വിട്ടിട്ടുണ്ടായിട്ടില്ല. എന്തിനത്ര റിസ്ക് എടുത്തോ അറിയില്ല. എന്നാലും ജീവിതത്തിലുള്ള ഓരോരോ എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ ഏറ്റവും സങ്കടമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു മങ്കി ഉണ്ടായിരുന്നു അവിടെ. അവനെ കണ്ടപ്പോൾ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ അമ്മേൻ്റെ കൂടെ ഇരുന്ന് പാലൊക്കെ കുടിച്ച് നല്ല എന്താ പറയുക പ്രകൃതിയുമായിട്ടുണ്ടെങ്കിൽ ജീവിക്കേണ്ടതിന് പകരം ഇവിടെ വന്നിങ്ങനെ കെട്ടിയിട്ടത് കണ്ടപ്പോൾ വളരെ വളരെ സങ്കടം തോന്നി. അതുപോലെ തന്നെ ആ ചെറിയ കുറുക്കനും. അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി അത് രണ്ടും. ഹാർത്തിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാർത്തിൻ്റെ കൈമിലുള്ള ബ്രേസ്ലെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതുൽ ഊരി മാറ്റി കൊടുത്ത്. അതിനിടയിൽ അത് ഹാർത്തിക്കിൻ്റെ ചെരുപ്പൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും വളരെ എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ഒരു എന്താ പറയുക മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 2 റിയാലിന് വേർത്താണ്. പക്ഷേ ഈ കാട്ടിൽ പാറി നടക്കേണ്ടയും ഓടി നടക്കേണ്ടയുമായിട്ടുള്ള ജീവികളെയൊക്കെ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മനസ്സിന് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അടുത്ത് കാണാനുള്ളയും അവരുമായിട്ടുള്ള മെരുങ്ങാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടാക്കി തന്ന ഈ ഫൈൻ ടെയിൽ പെറ്റ് സൂവിന് കുറേ എന്താ പറയുക താങ്ക്സ്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം 9:30 മണിയായിട്ടുണ്ടായിരുന്നു. 10 മണി വരെയാണ് അവിടുത്തെ ടൈം. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10:10 വരെയൊക്കെ നമ്മൾ നിന്നു അവിടെ. പല തവണയും നമ്മൾ റൂവി സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അധികവും നമ്മുടെ മസ്കറ്റിൻ്റെ വ്യൂ പോയിൻ്റ് കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലത്തേക്ക്, ഒരു കുന്നിൻ്റെ മുകളിലത്തേക്ക് നമ്മൾ ഹെയർ പിൻസ് വഴി വേണം കയറാൻ. അപ്പോൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ എന്നുള്ള സ്ഥിതിയിൽ നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പോയി നോക്കി. പക്ഷെ അത്ര വലിയ കൗതുകമൊന്നും തോന്നിയില്ല. ഒന്ന് കാണാൻ കണ്ണിനൊരു കുളിർ മാത്രമേ തന്നെയുള്ളൂ. കാരണം ഇത് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പലവട്ടവും കാണുന്നതിലുള്ള ഒരു കാഴ്ച ആയതുകൊണ്ട് അതിൽ വലിയ ആശ്ചര്യമൊന്നും തോന്നിയിട്ടില്ല. സലാം അലൈക്കും പറഞ്ഞേ. പിന്നെ ഈ വൈറ്റ് കളർ ബേർഡ് പേരെന്താണെന്നറിയില്ല, അടിപൊളിയാണ്. അസ്സലാമു അലൈക്കും ഒക്കെ പറയുന്നുണ്ട്.
ഇവൻ്റെയും പേരൊന്നും അറിയില്ല. ഇവൻ അതിലെടുത്തത് മുതൽ അതിൻ്റെ ഡ്രസ്സ് കടിച്ച് കീറാനുള്ള തത്രപ്പാടിലായിരുന്നു അവൻ. അതുകൊണ്ട് അവനെ വേഗം തന്നെ അവിടെ വെച്ചു. കുറച്ച് അടുത്തോട്ട് വെച്ചെടുക്കടാ. ഹാർത്തികേ നെക്സ്റ്റ് പുതിയ ഡ്രസ്സാടാ. അതിന് വിട്ട് 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 വിട്ടെ വിട്ടെ വിട്ടെ. ഇവന്റെ കൈമ കൊടുത്തേ ഓമക്ക്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാത്തിനെയും കണ്ട് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ ഒരു മുതലിനെ കണ്ടത്. അടിപൊളി ലുക്കിൽ അവൻ അവിടെ ഇരുന്ന് രാജകീയമായി അവിടെ ഇരുന്ന് എല്ലാവരെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് കയറി കണ്ടു. നമ്മുടെ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന വഴി നമ്മളൊരു ഹോട്ടലിൽ കയറി ഹെയിലുള്ളത്. അതുകൊണ്ട് പോയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ഹോട്ടലാണിത്. അന്ന് മെയ് 12 രാത്രി ഇവിടെ വന്നിട്ട് പിന്നെ ഒരു മാസത്തിന് ശേഷം ഇന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ എന്തോ ഇവരുടെ സ്പെഷ്യൽ എന്തോ സംഭവം ഉണ്ട്. അത് വെൽവെറ്റ് ചിക്കൻ അല്ലേ, വെൽവെറ്റ് ചിക്കൻ ഉണ്ട്. അത് ട്രൈ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു വെൽവെറ്റ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പത്തരിയും വെൽവെറ്റ് ചിക്കനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബായ്.